അപ്പൊ ഒരു അഭിപ്രായം പറഞ്ഞ ഞാൻ പറഞ്ഞു ഓണറോട് ചോദിച്ചിട്ട് മതിയെന്ന്. അതൊരു മഹാമാരണം. അത് നോമ്പുകാലത്തൊക്കെ സൈഡായിട്ട് കഴിക്കാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഇറച്ചി മീന് മാത്രമല്ലല്ലോ വർജിക്കണം. അമ്മയോടെ കാത്തിരിക്കുക. ഇന്നെന്നാ വൈകിയേ? മാനസികാവസ്ഥക്ക് എന്തെങ്കിലും തകരാറ്. ഇന്നത്തെ ചമ്മന്തിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ചമ്മന്തിയാ. കുഞ്ചാച്ചന്റെ മുളക് തേക്ക്. അപ്പൊ ഒരു അഭിപ്രായം പറഞ്ഞ ഞാൻ പറഞ്ഞു ഓണറോട് ചോദിച്ചിട്ട് മതിയെന്ന്. ഇവിടെ നല്ല ഒരു സ്ഥലം നോക്കി, അവിടെ വെയിലധികം ഇല്ലാത്തതും അതിനായിട്ടുള്ള ഒരു ഇൻ ബിറ്റ്വീൻ സ്ഥലത്ത് നോക്കി ആ തണ്ട അനക്കാതെ മൾബറി പറിച്ചുകൊണ്ട് ഇവിടെ വെച്ചാലോ. അത് വേണോ? അത് എന്നാന്നറിയുമോ, അത് എന്തായാലും അതിനൊരു ഇതില്ലാതെ അത് അവിടെ നിൽക്കുക. അപ്പം മരുന്ന് കളിച്ചിട്ടുണ്ട് അവര് പറഞ്ഞ മരുന്ന്. ഇലയ്ക്ക് ഒരു ചേഞ്ച് ഇല്ല. മണ്ണിന് അപ്പൊ കുമ്മായോ ഇട്ട് കഴിഞ്ഞ ആഴ്ച. അതൊരു പണിയാവുമല്ലോ. പണിയാ. അല്ല, ആ മണ്ണിന്റെ ആണോ ഇവിടെ ഇളക്കമുള്ള മണ്ണാന്നാ പോറേണെ. ഒരു കാര്യമുണ്ട്, അങ്ങനെ നട്ടൂന്നോർത്ത് ഇളക്കം തട്ടാതെ കൊണ്ടുവന്ന പ്രശ്നമൊന്നും ഉണ്ടാവൂല. 600 രൂപ കൊടുത്ത് മേടിച്ചതാ. രൂപ കൊടുത്തത് മാത്രമല്ല, അതൊരു ഇതുമില്ലാതെ നിന്നാ പിന്നെ എന്നാ അതിന് അതൊരു വിഷയം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓണർ വരട്ടെ, എന്നിട്ട് ഓണറോട് ചോദിക്കാം. പിന്നെ അങ്ങനെ ചെയ്യാം. അതായിരിക്കും നല്ലത്. അത് നീ ഒന്ന് കണ്ടേച്ച അഭിപ്രായം പറ. ഇന്നലെ വൈകുന്നേരം ഞാൻ വെള്ളം ഒഴിച്ചതാ. ഈ പാഷം ഫ്രൂട്ടില്ലേ വലുത്, അതിന്റെ ചോട്ടിലേക്ക് മുഴുവൻ കൂട്ടിയിട്ടേക്കണം, മുഴുവൻ വകഞ്ഞ് ഞാൻ മാറ്റിന്ന്. പോകാം നമുക്ക്. ഇതിലിറങ്ങിപ്പോയാലോ? അതിലെ തന്നെ പോവാം. നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ. ഈ പുല്ലിലൊക്കെ ഞങ്ങൾ സ്ഥിരം നടക്കണത് എല്ലാരും പേടിച്ചിട്ടാന്ന് തോന്നുന്നു. പറയും അതിനകത്ത് നടക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. എന്നാന്ന് വഴിച്ചാല് വെട്ടിയിട്ടിട്ടുണ്ട്, അതിലേ പോണത്. പിന്നെ നമ്മൾ സ്ഥിരം ഇങ്ങനെ കാന്താരിമുളകിനൊക്കെ വെള്ളം ഒഴിക്കാൻ നടക്കണത് കൊണ്ട് ഞങ്ങൾക്കൊരു ശീലമായതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇത് തോന്നാറില്ല. തട്ടിത്തട്ടിയാ പോകാറ്. പിന്നെ എപ്പോഴും നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അല്ല, എപ്പോഴും നടക്കണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലൊക്കെ ഇരുന്നാൽ നമ്മൾ അറിയില്ല. നിലത്ത് നോക്കി തന്നെ ചവിട്ടി പോകണം. അപ്പൊ പോകുമ്പോ എപ്പോഴും ഗംബൂട്ട് ഇടും, ഒരു കോലും പിടിക്കും. ഞാൻ കോല് പിടിക്കാറുണ്ട്. ഇപ്പൊ ഇതിവിടം വരെ ഉള്ളല്ലോ എന്നോർത്താണ് കോല് എടുക്കാതിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കാടുള്ളത് കൊണ്ട് ഈ വേനൽക്കാലത്ത് നനവ് ചോട്ടിൽ ഓരോന്നിന്റെ ചോട്ടിലും വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ പതുങ്ങിയിരുന്നാൽ നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പിടിച്ചാലോ. വേനലായിക്കഴിഞ്ഞ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ എല്ലായിടത്തും ഉള്ള വിഷയമാണ് കറിവേപ്പിന്റെ ഇലയിൽ മുഴുവൻ പുഴുക്കുത്തു തുടങ്ങും. അതൊരു മഹാമാരണം. അത് എന്ത് ചെയ്താ ഇനിയിപ്പോ നല്ല മഴ പെയ്ത് തളിർക്കണം. പിന്നെ ഇപ്പൊ ഇല പൊഴിയണ സമയമല്ലേ, അതിന്റെ ഉണ്ട് കുറെ. ഇലയ്ക്കെല്ലാം പുഴുക്കുത്ത. ഇലയാണല്ലോ ഇതിന്റെ ഉപയോഗിക്കുന്നത് പോരെങ്കിൽ. അപ്പൊ ഈ പുഴുക്കുത്തും കൂടെ വരുമ്പോ മഹാപ്രശ്നം. ഇതാ ചാച്ചാച്ചയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നതാ ആ മണമുള്ള. നിങ്ങള് രണ്ടുപേരും കൂടെ നട്ടില്ലേ ഒരു നേരം? ഇതിന് നല്ല മണ. ഇത് പറിക്കുമ്പോ തന്നെ നല്ല സ്മെല്ല് അറിയാം. മണം ഷോർട്ടാണോ അത്? എങ്ങനെ വെച്ചാ തയ്യ അല്ല, വെട്ടി നിർത്തണല്ലേ. മഴ വരുമ്പോ പൊങ്ങിപ്പോയല്ല, എൻ്റെ മുകളിൽ കൂടെ പോണില്ലേ മോട്ടർ ഷെഡിലേക്ക്. അതുകൊണ്ട് അപ്പൊ വെട്ടി നിർത്തണ. തൈ ഷോർട്ടല്ല. നോബിച്ചാച്ചയില്ലേ, സിസേഴ്സ് കൊണ്ട് നല്ല ഷേപ്പിൽ അവിടെ വെട്ടി നിർത്തിയിട്ടുണ്ട്. ആ ഒരു സൈഡിൽ ഇങ്ങനെ ചെല്ലുമ്പോ അതിന്റെ പടം പിടിപ്പിക്കാം കേട്ടോ. ആ ഫ്രണ്ടിലൊരു സൈഡിലായിരുന്നു ആ റംബൂട്ടാൻ നിക്കണതിന്റെ ആ ചുമന്ന റംബൂട്ടാന്റെ അവിടെ. നല്ല രസം അത് വെട്ടി നിർത്തിയേക്കണാണ്. അവനൊരു ഐഡിയ ഉണ്ടല്ലോ. പിന്നെ അവിടെ എല്ലാരും ഐഡിയക്കാരാണ്. ഇത് മതിയോ? ഇത് മതി. ഞാൻ പറഞ്ഞില്ലേ പുഴുക്കുത്താന്ന്. എപ്പടി കറിവേപ്പില മുടി വളർച്ചക്കൊക്കെ വളരെ നല്ലതാ. എനിക്ക് അതിന്റെ ആവശ്യം മുടി പൊഴിയണ കൊണ്ടേ. ഇപ്പൊ പൊഴിച്ചിലങ്ങനെ ഇല്ല. പ്രോട്ടീനുള്ള ഫുഡ് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ മുടി കൊഴിച്ചിൽ നിൽക്കും. പിന്നെ തക്കതായ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൊഴിയും. എൻ്റെ കുറേ പൊഴിഞ്ഞിട്ട് ഇപ്പം നിന്നു. ഇപ്പോൾ ഭക്ഷണം കുറച്ച് കഴിക്കുന്നത് കൊണ്ടായിരിക്കും. കുഴപ്പമില്ല. നല്ലത് നോക്കി പറിച്ച് അതൊക്കെ നിലത്ത് വീണ് പോവാം. ഇതൊക്കെ അതിൻ്റെ തൈകളാതെ. ഇന്നാളെ ആരാണ്ട് കൊണ്ടുപോയി 5-6 തൈ. എൻ്റെ പുല്ല് പറിക്കാൻ തന്നെ പോകാം. ഈ വർഷത്തെ ആദ്യത്തെ ചക്ക വളരെ കുറവാണ്. അതെന്നാ പോലും. ഈ വർഷത്തെ ആദ്യത്തെ ചക്ക. പക്ഷെ 2-3 എണ്ണേ ഉള്ളൂ. കാരണം വെയിലത്തിരുന്ന മഹാപ്രശ്നം. ഇതിൻ്റെ എല്ലാം പോകും. പുല്ല് കളയിക്കുന്നത് പുല്ലും പുറത്തിരുന്നാൽ അത്രയും നല്ലതായിരിക്കും. തണവ് അന്നേരേട്ടാ
നമ്മളാ പറിച്ചുകൊണ്ടുവന്ന കറിവേപ്പില തണ്ട് വൃത്തിയായിട്ട് വെള്ളത്തിൽ കഴുകി, പ്രത്യേകിച്ച് വേനൽക്കാലം ആയതുകൊണ്ട് പൊടിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറെ ആവർത്തി വെള്ളത്തിലിട്ട് അലമ്പി കഴുകിയതാട്ടോ. എന്നിട്ട് ഇലയായിട്ട് അടർത്തി എടുത്തു. എന്നിട്ട് ഇതേ ചുമന്നുള്ളി എടുത്തു വെച്ചതേ ഇച്ചിരി ചുമന്നുള്ളി കൂടുതലിരുന്നോട്ടെ, രുചി ഉണ്ടാവും. എടുത്തു വെച്ചത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത, അല്ലെങ്കിൽ അരയൂല. അപ്പൊ ചുമന്നുള്ളി അതിന്റെ കൂടെ. പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളകാ ചേർക്കണം. ഇത്രയും മതിയില്ലേ കുരുമുളകാ ചേർക്കണം. പിന്നെ ഇഞ്ചി ചെറുതായിട്ട്, അത് നമ്മുടെ ഇഷ്ടത്തിന്. പുളി ഇത്രയും വേണോന്നറിയില്ല, ഒന്ന് ക്രഷ് ചെയ്തേച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. പിന്നെ ഞാൻ ഒരു നുള്ളു തേങ്ങയും കൂടെ ചേർക്കണ്ട്. വേപ്പില തന്നെയാകുമ്പോ മിക്സിയിൽ അരയാനും പാടാം, അരയൂല. പിന്നെ തന്നെയല്ല, വേപ്പില തന്നെയാകുമ്പോ അതിന്റെ ടേസ്റ്റും എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഞങ്ങള് കല്ലിലല്ല അരക്കണം, നിങ്ങൾക്കറിയാലോ, മിക്സിയിൽ അരക്കണോണ്ട് അരവും ശരിയാവൂല. അപ്പൊ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇച്ചിരി വെള്ളം തളിക്കേണ്ടി വരും അരയ്ക്കാൻ. അപ്പൊ നമുക്ക് നോക്കാട്ടോ. അപ്പൊ ചെറിയ ബൗളാ ഞാൻ എടുത്തത്, നോക്കട്ടെ. ഇതേ കറിവേപ്പില ഇടുവാണേ. വേപ്പില ഇട്ട് വെച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും അങ്ങ് ചേർക്കാം. വേപ്പില പെട്ടെന്ന് അങ്ങ് അമങ്ങി കിട്ടിക്കോളും. കുരുമുളകാണ് അരയാനുള്ള പാടുള്ള സാധനം, കടുപ്പമുള്ളതല്ലേ. അതുകൊണ്ട് എല്ലാരും ഒക്കെ കുരുമുളകൊക്കെ പറിച്ച് പുണങ്ങാൻ ഇട്ടിട്ടുണ്ടാവും. കുരുമുളക് പറിക്കണ സീസൺ ആപ്പാൻ. നമ്മുടെ ഇതിൽ നിന്ന് കുറച്ച് പറിക്കാനുണ്ട്, കിളി വന്ന് കൊത്തുണ്ട് അതില്. ഇഞ്ചിയും തേങ്ങ കേട്ടോ. ഇതൊന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഉള്ളി ഇത് ഇടാം കേട്ടോ. അമ്മ എപ്പോഴും ലാസ്റ്റ് ആണ് ഈ പുളിയൊക്കെ ചേർക്കണത്. ഇനി ഞാനൊന്ന് ക്രഷ് ചെയ്യട്ടെ കേട്ടോ. ഇച്ചിരി ഒരു പൊടിക്ക് വെള്ളം ഒഴിക്കുവാണേ, അതല്ലെങ്കിൽ ചിലപ്പോ ഒതുങ്ങി കിട്ടൂല, അതുകൊണ്ടാട്ടോ. എന്നിട്ട് ഉള്ളിയും ചേർക്കണം. ഉപ്പിട്ടില്ലല്ലോ, ലാസ്റ്റ് ചേർക്കാം. പുളിയും ചേർക്കാം. ഞാനൊന്ന് ക്രഷ് ചെയ്യട്ടെ. ഉപ്പ് അരഞ്ഞു. ഈ കറിവേപ്പില അരയാൻ ഇച്ചിരി പ്രയാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാട്ടോ. കറിവേപ്പില മിക്സിയിൽ അരയ്ക്കാനായിട്ട് ഞങ്ങൾ എപ്പോഴും ഒതുങ്ങിയാ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് ചെയ്യുമ്പോ ചമ്മന്തി അരയ്ക്കുമ്പോ ഇച്ചിരി വെള്ളം തളിച്ചരയ്ക്കും. അപ്പൊ പിന്നെ അങ്ങ് ഒതുങ്ങി പൊക്കോളൂ. അത് ഈ പുളി മതിയാവും, നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ പുളി ചേർക്കാം കേട്ടോ. ഇച്ചിരി ഒന്ന് ഇത് മതി. ഇനി ഉള്ളി ചേർക്കണോണ്ട് നീര് വന്നോളൂ. ഇപ്പൊ ഞാൻ അടിച്ചിങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. ഇതിലേക്ക് ആക്കാം നമുക്ക് പകർത്താം. രുചിക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയാം. എന്നതാണേലും ഗുണമുള്ള ഒരു സാധനമാണ്. അതെ. പിന്നെ ഇഞ്ചി, കുരുമുളക്, ഉള്ളി, ഇച്ചിരി തേങ്ങ അല്ലേ കൊണ്ടുവരപ്പോ തന്നെ. അപ്പൊ നമ്മള് ഒതുക്കി കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇച്ചിരി തേങ്ങയും കൂടെ വേണമെന്ന്. ഞാൻ അതുകൊണ്ട് ഇച്ചിരി തേങ്ങയും കൂടെ അതിലേക്ക് ചിരണ്ടി ചേർക്കുക കേട്ടോ. കാരണം എന്നാന്നറിയാവോ, വേപ്പിലയുടെ തന്നെ കുത്തു വരും. ഞങ്ങൾക്ക് അത് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാ. വേപ്പിലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോ അത് ഇഷ്ടമായിരിക്കും. ഉപ്പ് വേണമെങ്കിൽ ചേർത്തോ. ഉപ്പിട്ടു ഇട്ടോ. ഉപ്പ് ഞാൻ അരച്ചു കഴിഞ്ഞിട്ട് ബാക്കി കൂടിപ്പോയ പ്രശ്നം. ഇനി തേങ്ങ ചേർത്താൽ ചിലപ്പോ ശരിയാവും. ഇപ്പൊ ദേ ഞങ്ങൾ ഒതുക്കിയതാട്ടോ ചമ്മന്തി. ഈ പ്ലേറ്റിലേക്ക് മാറ്റാൻ ശരിക്കും അരഞ്ഞിട്ടില്ല, ഒതുങ്ങിയ ചമ്മന്തി ആട്ടോ. ഉരുട്ടി എടുക്കാൻ കിട്ടും നമുക്ക്. ഉപ്പൊക്കെ നോക്കിയേച്ച് കൈ ക്ലീൻ ആയിട്ട് കഴുകിയേച്ച് ബ്ലേഡില് തട്ടി കൈയൊക്കെ മുറിയാതെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുക. കാണാൻ നല്ല ഷോയാണ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. ഫോർക്ക് വെച്ചോ, സ്പൂൺ വെച്ചോ, സ്പാറ്റില വെച്ചോ, എന്നാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഞാൻ ഈ രീതിയിലാ ചെയ്യണേന്നുള്ളത് പറഞ്ഞോളൂ. പക്ഷെ കൈ ക്ലീൻ ആയിരിക്കണമെന്ന് മാത്രം. ഇനി ഒന്ന് നോക്കട്ടെ കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന്, ഉപ്പും പുളിയൊക്കെ. എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. പതിവ് ഉരുട്ടല്ലേ, നല്ല രസമുണ്ട്. കളർ നല്ല ഷോയാ കാണാൻ. കൊള്ളാവോ? പുളി, ഉപ്പും ഇഞ്ചി എല്ലാം പാകത്തിനാ. വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എരിവ് ചേർക്കാം. ഞങ്ങൾ ചേർക്കണില്ല, ഇനി അരയ്ക്കാൻ പറ്റില്ല. ഇത് മതി, എരിവ് ഇത്ര മതി. എരിവ് കുറവാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇച്ചിരി രുചിച്ച് നോക്കിക്കേ. ഇനി ഉപ്പും പുളിയൊന്നും വേണ്ട, അതൊക്കെ പാകാം. ഞാൻ പുളി സംശയിച്ചാ ചേർത്ത കൂടിപ്പോകുന്നു. കൂടിയിട്ടൊന്നുമില്ല. നല്ലതാട്ടോ പുളി പോരെ. ഒരു വളരെ വ്യത്യസ്തമായ രുചി. ഒരു ശരിക്കും ഒരു ഔഷധ ഗുണം ഉണ്ടെന്ന് തോന്നുന്നു. അതെ കഴിക്കുമ്പോ അങ്ങനെ ഒരു ഫീലുണ്ട്. ഞാനിങ്ങനെ ഉരുട്ടുമ്പോ മുഴുവനും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നോക്കാൻ നിന്ന് ഏലിമാമ്മയുടെ കാര്യം ഓർക്കണം. കല്ലേൽ അരച്ച് വെച്ച് ഇങ്ങനെ വടിക്കും. പുള്ളിക്കാരി കൈ കൊണ്ട് തന്നെയാ ചെയ്യണം, പാളയൊന്നും വെച്ചല്ല. കൈ കഴുകിയേച്ച് വൃത്തിയായിട്ട് ഇത് വടിച്ചേച്ച് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് കല്ലേല് വെച്ചില്ല. ഇതേ കല്ലേൽ ഇങ്ങനെ ചേർത്തങ്ങ് വെച്ചേച്ചില്ല. ഇതേ ഇങ്ങനെയൊക്കെ കാണിക്കും. എനിക്ക് അങ്ങനെ കാണിക്കാൻ അറിയില്ല. ഊരശമാണെങ്കിൽ കല്ലേലൊന്നും ചെയ്യാൻ നമ്മുടെ കല്ല് ഇപ്പൊ ഉപയോഗിക്കാതെ കിടക്കുക. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. നല്ലതാണോ? ഉഗ്രനാ. ചോറിന് കൊടുത്തേ ചപ്പടി ചോദിക്കാട്ടോ ഉച്ചയ്ക്ക്. എന്നാന്ന് പറയുമോന്നറിയാം.
നല്ലതാ. നല്ല. ഞാൻ ബൗളിലിട്ട് വെച്ചേക്കട്ടെ. ആയിക്കോട്ടെ. ടേസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ. ആർ യു ഹാപ്പി വിത്ത് ദിസ് ചമ്മന്തി ന്യൂ ഡിഷ്? ചമ്മന്തി മാത്രം കൂട്ടി ഊണ് കഴിക്കാൻ പറ്റൂല. ചമ്മന്തി നല്ലതാണ്, പക്ഷേ ചമ്മന്തിയുടെ കൂടെ എന്തെങ്കിലും ഒഴിച്ചുകറി വേണം, ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒഴിച്ചുകറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഉലർത്തോ തോരനോ ഏതെങ്കിലും ഒരു കൂട്ടാം വേണം. വേറെ ഒന്നും വേണമെന്നില്ല. അപ്പേ അതിന്റെ കൂടെ കഴിക്കാം. തൈരായാലും മതി. തൈരായാലും മതി. എനിക്ക് തൈരിനോട് അത്ര ഇതില്ല. എന്തെങ്കിലും ഒരു ഉലർത്തോ, ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു കൂട്ടം സൈഡ് വേണം. പിന്നെ കുഴപ്പമില്ല. ഇത് വ്യത്യസ്തമായ ചമ്മന്തിയാണ്. പുളി ചേർക്കണോണ്ട് മട്ടിപ്പില്ല. ഞങ്ങൾ ഇച്ചിരി തേങ്ങ ചേർത്തോണ്ട് വേപ്പിലയുടെ കുത്തുമില്ല. ആദ്യം അരച്ചപ്പോ ഇച്ചിരി വേപ്പില മുന്നിലായിരുന്നു ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരിയോടെ തേങ്ങ ചിരണ്ടി ചേർത്ത് അരച്ചപ്പോ ഞങ്ങളുടെ പാകത്തിനായി കേട്ടോ. ഇപ്പൊ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് നോക്കാം. നോമ്പുകാലത്തൊക്കെ സൈഡായിട്ട് കഴിക്കാൻ. നോമ്പുകാലത്ത് ഇറച്ചി മീൻ മാത്രമല്ലല്ലോ വർജിക്കണം, നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സംഗതികളും വർജിക്കുന്നതിനാണ് നൊയമ്പെന്ന് നമ്മളെ പറയണത്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഓരോരുത്തർക്കും അവനവന്റെ ഇതുപോലെ വർജിക്കാം അല്ലെ. അപ്പൊ ഫുഡും പരമാവധി കുറച്ച് കഴിച്ചാൽ നല്ലതായിരിക്കും. കുറച്ച് ഇതൊക്കെ വേണം നമുക്ക്, ആത്മീയത. ഓക്കെ, അമ്മയോടെ കാത്തിരിക്കുക ഊണ് കഴിക്കാൻ. ഇന്നെന്നാ വൈകിയേ? അവൻ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞങ്ങനെ പിന്നെ ഇച്ചിരി പോത്തിറച്ചി തിന്നു. അതെവിടെന്നാ? അവിടെ ഒലത്തി. അപ്പൊ അനുജ കൊണ്ടുവന്നതാണ്. നാടൻ ഉലർത്താണോ? അതെ അതെ, നല്ല രുചികരമായിരുന്നു. നല്ല പീസുമായിരുന്നു ഇറച്ചി. അത് ശരി, സോഫ്റ്റ് പീസായിരുന്നു. ആറാമാരി ആണോ? അല്ല, വേറെ ഏതോ പീസാന്നാ പറഞ്ഞ. പക്ഷെ അനുജ നന്നായിട്ട് ഒലത്തി കൊണ്ടുവന്നു. അമ്മ വീഡിയോ കണ്ടോണ്ടിരിക്കണതാ. മാനസികാവസ്ഥക്ക് എന്തെങ്കിലും തകരാറ് ചെറുതായിട്ടുണ്ട്. കറിവേപ്പില ചമ്മന്തി ഇതൊരു ഉഗ്രം സാധനം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് അതുകൊണ്ട് ആർക്കും പിക്കിളില്ല. തൈരാണ് ഇതിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ. ഇന്നിപ്പോ ചാറുകറി വേറെ ആയതുകൊണ്ട് നമുക്ക് ഇനി എപ്പോഴും അങ്ങനെ തൈര് കാണിച്ചോ. അപ്പൊ കറികളൊക്കെ ആയി തുടങ്ങി. ഏതാണ്ടൊക്കെ ആയി. അതെ, മെയിൻ താരം വരാനുണ്ട്, നോൺ വെജ്. ഇനി മെയിൻ വേറെ ഉണ്ടോ? നോൺ വെജ്. അത് ശരി. ഇന്നത്തെ ചമ്മന്തിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ചമ്മന്തിയാ. എന്ത് ചമ്മന്തിയാന്നറിയാവോ? ചമ്മന്തി എടുക്കുന്നു, ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നു, കഴിക്കുന്നു. കറിവേപ്പില ചമ്മന്തി. എങ്ങനെയുണ്ടോ? ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല, പക്ഷെ കറിവേപ്പില മോരുകറി ഏറ്റവും നല്ലതാ. ഇടയ്ക്കും ട്രൈ ചെയ്യാൻ നല്ല. കറിവേപ്പില അല്ലേലും ഒത്തിരി ഗുണങ്ങളുള്ള സാധനല്ലേ, മുടിയൊക്കെ വളരാൻ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് പറിച്ച് ഒരു കറി ഉണ്ടാക്കി അത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല്, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഞാൻ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനും നല്ല രുചിയായിരുന്നു. പെട്ടെന്ന് ഒരു വ്യത്യസ്തമായ ഒരു കറി വേണമെന്ന് തോന്നുമ്പോൾ ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തീർച്ചയായിട്ടും തോന്നി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത്രയും കുത്തലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഇച്ചിരി കുത്തൽ പോലെ തോന്നും. എനിക്ക് തോന്നുന്നു തൈരായിരിക്കും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ. പാവയ്ക്ക ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. അതെങ്ങനെ പാവയ്ക്ക് മാത്രം കൂട്ടി എങ്ങനെ? പാവയ്ക്കയുടെ കൂടെ ശരിക്കും കോമ്പിനേഷൻ മോരുകറി അല്ലെങ്കിൽ തൈര. ഈ പാവയ്ക്ക ഫ്രൈ ആയതുകൊണ്ട്
കറിവേപ്പില ചമ്മന്തി കൊള്ളാം. കുഴപ്പമില്ല. ചാറുകറി കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യുന്നത് തൈരാ. ചോറിലില്ലേ ചമ്മന്തി ചാലിച്ച ചമ്മന്തിയുടെ കുത്തു വരൂല. ആ അതെ 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 അതെ. തന്നെ കഴിക്കുമ്പോ ഇച്ചിരി കുത്തുണ്ട്. തന്നെ അല്ലേലും കഴിക്കാൻ പറ്റൂല. വേപ്പിലയുടെ കുത്താ വന്നത്. അപ്പൊ നല്ലത് ശരിക്കും തൈര് കടുക് തൈര്. അല്ലേലും നല്ല. അതെ കടുക് പൊട്ടിച്ചാൽ വേറെ ഒരു കറി ഇല്ലെങ്കിലും ചോറുണ്ടാ. ശരിയാ. ഇവിടെ അമ്മച്ചിയുടെ റെസിപ്പിയാണ് തൈര് കടുക് പൊട്ടിക്കല്. അമ്മച്ചിയുടെ തൈരിനുള്ളൊരു കുഴപ്പമെന്ന് അതികഠിനമായ പുളി കറക്റ്റ് ആയിരിക്കണം. അത് മോരിനാണെങ്കിലും തൈരിനാണെങ്കിലും പുളി കറക്റ്റ് ആണെങ്കിൽ അതിന്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുളി മാത്രമാണ് നമ്മൾ ആസ്വദിക്കുന്നത്. പുളി കറക്റ്റ് ആയിരിക്കണം. കിടഞ്ചുളി ഒന്നും ഉണ്ടാവരുത്. പാത്രം ഡെയിലി മാറണം. അന്നേരം ടേസ്റ്റ്. മമ്മി എന്നെ പഠിപ്പിച്ചതാ കഴിക്കാൻ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ചോറ് നല്ല ചൂടുള്ള ചോറായിരിക്കണം. അതിനകത്തേക്ക് തൈര് കടുക് പൊട്ടിച്ചത് മാത്രം ഒഴിച്ചാലും ചോറുണ്ട് നല്ല രുചിയാണ്.